അറിഞ്ഞില്ലേ നിങ്ങള്? ഫസ്മിനയുടെ ജീവിതത്തിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഫസ്മിന ആളുടെ കൂടെ പോയി, ഫസ്മിന ലല്ലു ഉള്ളപ്പോ വേറെ ആളുടെ കൂടെ പോയി. ഒരാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ട്രാജഡി എത്രയും കുൽസിതപരമായിട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് കേരള സമൂഹം. എടി നീ നിന്റെ വീട്ടിൽ അങ്ങനെയാണെങ്കിലും നിന്റെ വീട്ടുകാരങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. വേറെ ചില എച്ചി പട്ടി നായക്കാട്ടം യൂട്യൂബേഴ്സ് ഉണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ദം റീച്ച് എനിമോർ. ആരും സംശയിക്കേണ്ട, അത് ഞാൻ തന്നെയാണ്, എന്നെ പറ്റിയാണ് പറഞ്ഞത്. സ്വാഭാവികം. വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ഇവള് പറഞ്ഞെന്താ എനിക്കിനി റീച്ച് തരണ്ടാന്ന്. പിന്നെ ഇവള് തന്നിട്ടാണല്ലോ ഇത്രയും നാള് എന്റെ യൂട്യൂബിൽ ആൾക്കാർ വീഡിയോ കണ്ടോണ്ടിരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. പിന്നെ എച്ചിൽ പട്ടി, അപ്പൊ നമ്മളെയൊക്കെ എച്ചിൽ പട്ടി എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നിന്റെ കണ്ടന്റ് എച്ചിലാണ്, നീ തന്നെ സമ്മതിച്ച പോലാണ്. ഞാൻ കുറച്ച് ഓവർ ആയിട്ടില്ലേ? അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പക്ഷെ 4 എണ്ണമൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് റീച്ചിനാന്ന് നമുക്കും തോന്നൂലേ? ആദ്യം തൊപ്പിയ ഊംഫിച്ച് കുറെ നാള് അവള് റീച്ച് ഉണ്ടാക്കി, ഇപ്പൊ ലല്ലുയെ ഊംഫിച്ച് ഇപ്പൊ റീച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തന്മാരുടെ ലൈഫിലോട്ട് ചെന്ന് കയറി അവന്മാരെ ഊംഫിച്ചല്ലോ നീ റീച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. എന്താ ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. കണ്ടവന്മാരുടെ ഔദാര്യം കൊണ്ട് റീച്ചായ നീ എന്നിട്ട് എന്നെ കൊണദോഷിക്കും, റീച്ചിനെ പറ്റി എന്നെ പഠിപ്പിക്കും. നടക്കട്ടെ. ഇവൻ ആളും ഒണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങുന്നത്. എന്നെ അത്രയും അഡിക്ഷൻ ആണ്. എന്താ കുട്ടാ ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. നിനക്ക് എന്നോട് അഡിക്ഷൻ? ഇത് ഈ എടുക്കുന്ന ക്യാമറ, വീഡിയോ റെക്കോർഡ് ചെയ്തതിന്റെ ക്യാമറ എന്റെ ആയിപ്പോയി. അല്ലെങ്കിൽ പണ്ട് തൊപ്പിയിലെ ക്യാമറ നോക്കി തുപ്പി വല്ല മോന്തെങ്കിൽ ഞാൻ തുപ്പി തന്നേനെ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അഡിക്ഷൻ? അയ്യേ, തീട്ടന്മാര് തിന്നാ പോലും നിന്റെ അഡിക്ഷൻ എന്നൊന്നും പറഞ്ഞേക്കല്ല എന്റെ പൊന്നുമോളെ. സഹിക്കാൻ പറ്റൂല. ഈ റോഡിൽ കൂടെ തേരാപ്പാൻ നടക്കുന്ന ചാവാലിപ്പട്ടിക്കൊണ്ട് നിന്നെക്കാരും അന്തസ്. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. ഈ പ്രഗ്നൻസി എന്നൊക്കെ ഉള്ള ഒരു കാര്യം അത്രയും ഒരാളെ ടച്ച് ചെയ്യുന്ന ടോപ്പിക്കാണ്. ആണോ? ഭയങ്കര ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗൈസ് പ്രഗ്നൻസി. എന്നിട്ട് ഒരു ദയയും ദാക്ഷണ്യം ഇല്ലാതെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ഒരു കാര്യം എന്തായാലും മനസ്സിലായി, ഇവക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന്. ഇങ്ങനെ കാളയെ പോലെ അഴിച്ചു വിട്ടേക്കാണെന്ന് മനസ്സിലായി. അഴിച്ചു വിട്ടേക്കുന്ന കാളയ്ക്കും കാണും ആരെങ്കിലും ചോദിക്കാനും പറയാനും. ഇവക്ക് അതുപോലും ഇല്ലെന്ന് മനസ്സിലായി. എന്തോന്നടാ ഇതൊക്കെ? നാണക്കേട്. പടച്ചോനെ, കഷ്ടപ്പെട്ടൊക്കെ വെറുതായല്ലോ. ജാനുവരി 1-ന് 3 ആഴ്ചയായിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ഹിസ് കിഡ്. ഓക്കെ, ഐ സ്വെയർ ഓൺ മൈ ഡാഡ് ആൻഡ് മോം. കാരണം അതിന് മുന്നേ 5 മാസമായിട്ട് എനിക്ക് വേറെ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതെന്താണ്, സീസണലാണോ? അതിന് മുമ്പ് 5 മാസമായിട്ട് വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. ഇതിന്റെ പേരിൽ എനിക്ക് സിമ്പതി തേങ്ങയൊന്നും വേണ്ടോ. ഇതിന്റെ പേരിൽ കുറെ ഇവന്മാര് വരും. സിമ്പതി നിനക്ക്. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്റെ സ്വഭാവം കണ്ടപ്പോൾ എന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എന്റെ മേമക്ക്, വല്യമ്മക്ക്, അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തോ എങ്ങനെ കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോ സ്വഭാവം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. മേമയൊക്കെ ഇപ്പൊ മേമയൊക്കെ അവിടെ ഇരുന്നിട്ട് മേ മേ എന്ന് പോകുന്നുണ്ടായിരിക്കും. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.